എല്ലാ ആക്ടേഴ്സും സെലിബ്രിറ്റീസും പരസ്യചിത്രങ്ങളുടെ ഭാഗമാവാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇനി ഒത്തിരി പരസ്യചിത്രങ്ങളുടെ ഭാഗമൊന്നും ആയിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം? എനിക്ക് ഒത്തിരി പൈസ കിട്ടും, നമുക്കൊരു കുറച്ചൊരു ഫെയിം കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുമ്പോഴും എന്താ പറയുക, ഞാൻ കണ്ടന്റ് ചോദിക്കും, എന്ത് മണം, എന്ത് രുചി, ഇതൊക്കെ കാണിക്കാൻ എനിക്ക് എന്തോ പോലെ. ഇല്ല, എനിക്ക് അങ്ങനെയൊക്കെ വേണം, അതൊക്കെ നല്ലതാണ് കണ്ടോണ്ടിരിക്കുക. പക്ഷെ എനിക്കത് വരുന്നേ ഇല്ല. അല്ല, ഞാൻ ചിലപ്പോൾ ആഡിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആഡ് ഞാൻ ചെയ്തപ്പോ രാജീവേട്ടന്റെ ആഡാണ്. അദ്ദേഹം പരസ്യ രംഗത്ത് പോപ്പുലറാണ്. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പം ഒരു കോഫിയുടെ ഒരു ആഡ്, അതിന്റെ കൂടെ കോഫി ചോക്ലേറ്റും സെയിം, അതിന്റെ തന്നെ കോഫി ചോക്ലേറ്റ്. അപ്പോൾ ഒരു കയ്യിലൊരു കപ്പ് ചൂട് കാപ്പി ആ ടേക്ക് സമയത്ത് തന്നിട്ട് ഇത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം, എന്ത് രുചിയൊക്കെ പറയണം. തമിഴാണേ. അപ്പോൾ ഇങ്ങനെ ചൂട് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ചുറ്റിനും നിൽക്കുന്നവരുടെ കയ്യിൽ 3-4 സിഗരറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഗ്രാഫിക്സ് കറക്റ്റ് ആ ടേക്കിന് തൊട്ട് മുമ്പ് ഇവര് വലിച്ചിട്ട് ഈ പുക കൊണ്ടു വെച്ചിട്ട് അടച്ചു. ഇതൊക്കെ വരുന്നതിന് ശരിക്കും എന്നിട്ട് പുക വരാൻ വേണ്ടിയിട്ട്, കാരണം കാപ്പി വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ടിന്റെ ടൈമിൽ അത് ആറിപ്പോവും. അപ്പൊ ഇവര് പുക മാത്രമായിട്ട് ഇട്ട് വെക്കും. ഈ പുക എല്ലാം കൂടെ 5-6 എണ്ണം ഇതിനകത്തോട്ട് തലയിട്ട് പുകയും വെച്ചിട്ട് അടച്ചോ ആക്ഷൻ ടേക്ക് എന്ന് പറഞ്ഞ് ഇതൊരു എന്ത് വേണം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അയ്യേ എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം എണ്ണം കൂടെ സിഗരറ്റ് വലിച്ച് പുകയിട്ട് വെച്ചിട്ട് എന്ത് വേണം, എന്ത് രുചി, എനിക്ക് ശരിയാവും. അതോടെ അല്ല, ഞാൻ പറയും, ഒരു എക്സ്പീരിയൻസ് പറയണം. എന്നിട്ട് പിന്നെ എങ്ങനെയോ എടുത്തു. അപ്പോ അത്രയും നല്ല, അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫും ഒരെണ്ണം എടുത്തു, അതിനും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ അറിയോ, കംഫർട്ടബിൾ ആവാൻ പറ്റുന്നില്ല. എനിക്കതിലോട്ട് അങ്ങനെ ഒരു കൃത്രിമമായിട്ട് നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ വെറുതെ ഇരുന്ന് പുളുപിടിക്കുക. ഞാൻ ഉപയോഗിച്ച് നോക്കണം അത്. അതുകൊണ്ട് ആ ഫുഡ് പ്രോഡക്റ്റ് കഴിയുന്നതും ചെയ്യത്തേ ഇല്ല. കാരണം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇതിന്റെ ഭവിഷ്യത്തുകൾ എനിക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ഇരുന്നോണ്ട് എന്ത് ഇതാണെന്നറിയാമോ, എന്തൊരു ഇതാണെന്നറിയാമോ എന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ അവയാവും. മറ്റുള്ളവരെ കാണാൻ ഇഷ്ടമാണ്, എനിക്ക് പരസ്യത്തിൽ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കെന്തോ അത് വരുന്നില്ല. ഇതുപോലെ തന്നെയാണ് റൊമാൻറ്റിക് അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ, അതായത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നുള്ള പിച്ച. പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലവ് സീനിൽ ഋഷാവിന്റെ വീഡിയോസ് ഉണ്ട്. പക്ഷെ അതെങ്ങനെ പറ്റുന്നു, എങ്ങനെയൊക്കെയോ പറ്റിച്ചെടുക്കുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാരും എന്നെ മോളെ പൊടിമോളെന്ന് വിളിച്ചോണ്ടിരിക്കുക. അവരുടെ മുമ്പിൽ എന്റെ പ്രണയം കാണിക്കാന്ന് പറയുന്ന ഒരു താണക്കെട്ട ഒരു സമ്പ്രദായം. എന്തോ ചെയ്യും, എല്ലാവരും അങ്ങനെ വിളിക്കുന്നവരാ. അപ്പം തല ഉരിഞ്ഞ് ഇങ്ങനെ മേപ്പോട്ട് നോക്കി ചിരിച്ചാൽ അതാണ് നാണം എന്ന് ഞാൻ ഫിക്സ് ചെയ്തു. വലിയ പാടാണ്. ജയറാമിനെയൊക്കെ ഒന്ന് ഉള്ളു ഒമ്പിച്ചു മാന്തും.